ഹായ് മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് KPSC LSS എക്സാമിൻ്റെ EVS മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഇതിനു മുമ്പ് KPSC എക്സാമിൻ്റെ മലയാളം, GK, മാത്സ് നൽകിയിട്ടുണ്ട്. ഇത് EVSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ നൽകിയിരിക്കുന്ന സാമഗ്രികൾ ഉപയോഗിച്ച് വായുവിൻ്റെ ഒരു സവിശേഷത തെളിയിക്കുന്നതുമായ പരീക്ഷണം തയ്യാറാക്കി പരീക്ഷണക്കുറിപ്പ് എഴുതുക. അടിഭാഗം മുറിച്ചു മാറ്റിയ 2 കുപ്പികൾ, ബലൂൺ, വിസിൽ, ബക്കറ്റ്, ജലം. ഞാൻ ബലൂണും വിസിലും എടുത്ത് പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ടാണ്. മക്കളോ ഇന്ന് എഴുതിയാൽ മതി കേട്ടോ. പരീക്ഷണം തയ്യാറാക്കാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ ലക്ഷ്യം എഴുതണം. ലക്ഷ്യം എന്താണ്? വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അടുത്തത് സാമഗ്രികൾ: അടിഭാഗം മുറിച്ച കുപ്പികൾ, ബലൂൺ, വിസിൽ, ബക്കറ്റ്, ജലം. മൂന്നാമതായി പ്രവർത്തനക്രമം എഴുതണം. ബക്കറ്റിൽ വെള്ളം നിറക്കുക, അടിഭാഗം മുറിച്ച കുപ്പിയുടെ മുകളിൽ ബലൂൺ ഘടിപ്പിക്കുക, അടിഭാഗം മുറിച്ച രണ്ടാമത്തെ കുപ്പിയുടെ മുകൾ ഭാഗത്ത് വിസിൽ ഘടിപ്പിക്കുക, ശേഷം ഈ 2 കുപ്പിയും വെള്ളത്തിലേക്ക് താഴ്ത്തുക. ഇത് പ്രവർത്തനക്രമം. നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നത് അവിടെ എഴുതുക. പിന്നെ പ്രവർത്തന ഫലം എന്താണ് നമ്മൾ കണ്ടെത്തിയത്? ബലൂൺ ഘടിപ്പിച്ച കുപ്പി വെള്ളത്തിലേക്ക് താഴ്ത്തുമ്പോൾ കുപ്പിയിലേക്ക് വെള്ളം കയറുകയും കുപ്പിയിലുണ്ടായിരുന്ന വായു ബലൂണിലേക്ക് കയറി ബലൂൺ വീർക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ കുപ്പി. വിസിൽ ഘടിപ്പിച്ച കുപ്പിയും വെള്ളത്തിലേക്ക് താഴ്ത്തുമ്പോൾ കുപ്പിയിലേക്ക് വെള്ളം കയറുകയും കുപ്പിയിലെ വായു വിസിലിലൂടെ പുറത്തു പോവുകയും വിസിൽ മുഴങ്ങുകയും ചെയ്യും. അടുത്തത് നിഗമനം. എന്താണ് നമ്മൾ കണ്ടെത്തിയത്? വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണെന്ന് ഞാൻ കണ്ടെത്തി. മനസ്സിലായല്ലോ? ആദ്യം നമ്മൾ ലക്ഷ്യം എഴുതണം. ലക്ഷ്യത്തിന് ശേഷം സാമഗ്രികൾ, പ്രവർത്തനക്രമം, പ്രവർത്തന ഫലം, നിഗമനം. അതിൽ ബി ക്വസ്റ്റ്യന്. ഒരു കുപ്പിയിൽ പെട്രോൾ നിറച്ചു വെച്ചിരിക്കുന്നു. കുപ്പിയുടെ അടപ്പ് തുറക്കുമ്പോൾ തന്നെ ദൂരെ നിന്ന് മണം തിരിച്ചറിയാൻ കഴിയുന്നതിന് കാരണമാകുന്നത് ഏത് അവസ്ഥാമാറ്റമാണ്? ആൻസർ: ദ്രാവകാവസ്ഥയിൽ നിന്നും വാതകാവസ്ഥയിലേക്ക്. ശരിയായ ജോഡി കണ്ടെത്തി യോജിപ്പിക്കുക. ജാലിയൻ വാലാബാഗ്, പഞ്ചാബ്. ഖേഡ സമരം, ഗുജറാത്ത്. മലബാർ കലാപം, കേരളം. ചമ്പാരൻ സത്യാഗ്രഹം, ബീഹാർ. അതിൽ ബി ക്വസ്റ്റ്യന്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹം. ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അത് മക്കൾ എഴുതുമല്ലോ അല്ലേ? എന്നാണ് നടന്നത്? 1930 മാർച്ച് 12-ന്. സബർമതി ആശ്രമത്തിൽ നിന്നാണ് അവർ യാത്ര തുടങ്ങിയത്. ഗാന്ധിജിയോടൊപ്പം 78 പേരുണ്ടായിരുന്നു. യാത്ര പുറപ്പെടുന്ന സമയത്ത് ഗാന്ധിജി എന്താണ് ജനങ്ങളോട് പറഞ്ഞത്? ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും. സബർമതി ആശ്രമത്തിൽ നിന്ന് കാൽനടയായി ഏകദേശം 388 കിലോമീറ്റർ ദൂരം പൊള്ളുന്ന വെയിലിൽ നിന്നും ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്തെത്തി. ഒരു പിടി ഉപ്പ് വാരിയെടുത്ത് വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി ഗാന്ധിജി പറഞ്ഞു, ഈ ഒരു പിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്. ഉപ്പ് പിടിച്ച മുഷ്ടി ഈ മുഷ്ടി തകർത്തേക്കാം, എന്നാലും ഈ ഉപ്പ് വിട്ടുകൊടുക്കില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രംഗത്ത് ഉപ്പ് ശക്തിയുടെ പ്രതീകമായി. എന്തിനു വേണ്ടിയിട്ടാണ് ഗാന്ധിജി ഇത് ചെയ്തത്? നമ്മുടെ കടപ്പുറത്ത് നിന്ന് ഉപ്പ് എടുത്താൽ ബ്രിട്ടീഷുകാർ അതിന് നികുതി ചുമത്തി. അതിനെതിരായിട്ടാണ് ഈ ഉപ്പ് സത്യാഗ്രഹം നടന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യന്. കൂട്ടത്തിൽപ്പെടാത്ത പക്ഷി ഏത്? ആൻസർ: ആർട്ടിക് ടേൺ. നെക്സ്റ്റ്. ഗാണ്ഡത്തിൻ്റെ അകഭാഗം പുറം ഭാഗത്തേക്കാൾ കട്ടി കൂടി കാണപ്പെടുന്നു. സസ്യങ്ങളുടെ സവിശേഷത താഴെ പറയുന്നതിൽ ഏതായിരിക്കും? ആൻസർ: ദ്വിബീജ സസ്യങ്ങളായിരിക്കും. വാലില്ലാത്ത ഉഭയജീവി ഏതാണ്? തവള. കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം ഏത്? ആൻസർ: മിഴാവ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര്? പിംഗലി വെങ്കയ്യ. കീചകവധം, ഉത്തരാസ്വയംവരം, യക്ഷഗാനം എന്നീ ആട്ടക്കഥകൾ രചിച്ച സംഗീത സംവിധായകൻ ആര്? ഇരയിമ്മൻ തമ്പി. കത്തുകൾ മേൽവിലാസക്കാരന് എത്തിക്കാനായി മണികിലുക്കി ഓടിയിരുന്ന തപാൽ ജീവനക്കാരന് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ: അഞ്ചലോട്ടക്കാരൻ. ഗാന്ധി പാർക്ക്, സെല്ലുലാർ ജയിൽ എന്നിവ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏത്? ആൻസർ: ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ഒന്നാമത്തെ ക്വസ്റ്റ്യന്. ഇന്ത്യയുടെ ഔദ്യോഗിക സിവിൽ കലണ്ടറായി അംഗീകരിച്ച കലണ്ടർ ഏതാണ്? ആൻസർ: ശകവർഷ കലണ്ടർ. നെക്സ്റ്റ്. ഉദയസൂര്യന് അഭിമുഖമായി നിൽക്കുന്ന ഒരാളുടെ വലതുവശം ഏത് ദിക്കായിരിക്കും?
വായിക്കാൻ വരയ്ക്കാൻ എന്നുള്ള പാഠഭാഗത്തിൽ വിശദമായിട്ട് നൽകിയിട്ടുണ്ട്. അതിൽ കുറച്ച് GK വന്യജീവി സങ്കേതങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നൽകിയിട്ടുള്ളത്. കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മക്കളത് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം കേട്ടോ. ആൻസർ തെക്കാണ്. ഇനി മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് ഇതിൽ പറയാം കേട്ടോ. വിട്ടുപോയതാണേ, അതറിയാതെ വിട്ടുപോയതാണ്. മക്കൾ കമൻറ്റ് ബോക്സ് ചോദിച്ചപ്പോഴാണ് നോക്കിയത്. അത് ഡൗൺലോഡ് ആവാതെ വന്നതാണ് കേട്ടോ. ഇനി അധിക ദിവസമല്ല, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. 24ാമത്തെ ക്വസ്റ്റ്യനാണ്. രാജു തൻ്റെ കൈവശം ഉണ്ടായിരുന്ന 140 നെല്ലിക്ക 5 എണ്ണത്തിന് 8 രൂപ നിരക്കിൽ വിറ്റു. രാജുവിന് എത്ര രൂപ ലഭിക്കും? 140 നെല്ലിക്കയാണ് 5 എണ്ണത്തിന് 8 രൂപക്ക് വിറ്റത്. അപ്പോൾ ഒരു നെല്ലിക്കക്ക് എത്രയെന്ന് കാണണം. അപ്പോൾ 140 ഹരിക്കണം 5. ആൻസർ 28 കിട്ടും. 28നെ 8 കൊണ്ട് ഗുണിക്കുക. 28 ഗുണിക്കണം 8, ആൻസർ 224. ഓക്കെ, മനസ്സിലായില്ലേ മക്കൾക്ക്? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി KSCൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വിടാം കേട്ടോ. എൻ്റെ മക്കളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്